ഹായ്, ചെറിയൊരു ചലഞ്ചാണ്. വേറൊന്നുമില്ല, നമ്മളൊരു ബിസ്ക്കറ്റ് നമ്മൾ ഒരാളുടെ മുഖത്തോട്ട് ഇങ്ങനെ വെക്കും. വെച്ചിട്ട് വേറൊന്നുമില്ല, കൈകൊണ്ട് തൊടാതെ ഇത് വായിലോട്ട് കഴിക്കണം. ഇന്ന് കൈകൊണ്ട് തൊടാതെ താഴെ വീണ ഔട്ടാവും. കൈകൊണ്ട് തൊടരുത്, അല്ലാതെ തന്നെ കഴിക്കണം. ഇതാണ് ചലഞ്ച്. ഇഷാനി, പ്രയാഗ, ഐറ, ഐഷ, അഷ്ടമി, സംഘമിത്ര, ദക്ഷ, അനഘ എന്നിവരാണ് മത്സരാർത്ഥികൾ. ബിസ്ക്കറ്റ് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. ഇവരെല്ലാം ബിസ്ക്കറ്റ് നെറ്റിയിൽ വെച്ചിട്ട് ഇനി അവർ കഴിക്കാനുള്ള മത്സരത്തിലേക്ക് പോകുന്നു. പിള്ളേരെല്ലാം മത്സരത്തിന് റെഡിയായി. ഈശാനി തൻ്റെ കൊച്ചു ബുദ്ധി വെച്ചിട്ട് ഒരു പല ശ്രമങ്ങൾ നടത്തി. പ്രയാഗയും പരാജയപ്പെട്ടു, ഐറയും വീണ്ടും പരാജയപ്പെടുകയാണ്. ഐഷ തുടങ്ങുന്നതേ ഉള്ളൂ. അഷ്ടമിയും ശ്രമത്തിൽ പരാജയപ്പെടുകയാണ്. സംഘമിത്രയുടെ ശ്രമവും പരാജയപ്പെട്ടു. ദക്ഷിയും ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ശ്രമിക്കുന്ന ഈ കൂട്ടത്തിലെ ഇത്തിരി പ്രായം കൂടിയിട്ടുണ്ടെങ്കിലും ആ പിള്ളേരോടൊപ്പം കളിക്കാനുള്ള ത്രില്ല് കാണിച്ച അനഘ മിക്കവാറും ഇപ്പോൾ തന്നെ വിജയിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അനഘ ജയിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. അനഘയുടെ ആ പെർഫോമൻസ് കാണുമ്പോഴത്തേക്ക് വ്യത്യസ്തമായ രീതിയിലൊക്കെയാണ് ആ ബിസ്ക്കറ്റ് വായിലാക്കാനുള്ള അനഘയുടെ ശ്രമം. ഒരുപാട് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. മത്സരം മുന്നോട്ട് പോവുകയാണ്. ആരും വിജയിക്കുന്നില്ല, ആരും വിജയിക്കാതെ മുമ്പോട്ട് പോകുന്നു. ഇഷാനി കണ്ണിലൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്. എന്താണ് ചെയ്യുന്നതെന്ന് ഇഷാനിക്ക് തന്നെ അറിയില്ല. ബിസ്ക്കറ്റുകൾ വീണ്ടും തറയിലേക്ക് വീണു. ഇതിനിടയ്ക്ക് അപ്പുറത്ത് സംഘമിത്ര അകത്താക്കി. പക്ഷെ നമുക്കത് വീഡിയോയിൽ പകർത്താൻ കഴിഞ്ഞില്ല. ആ സമയത്താണ് ആ സംഘമിത്ര അകത്താക്കിയത്. എന്തായാലും സംഘമിത്ര വിജയിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ളവർ തങ്ങളുടെ പെർഫോമൻസ് തുടരുകയാണ്. എങ്ങനെയും ഇത് അകത്താക്കണം എന്നുള്ള വാശിയോടുകൂടി തന്നെയാണ് അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംഘമിത്ര ഇതിൻ്റെ അകത്ത് ആൾറെഡി വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാം സ്ഥാനം സംഘമിത്രയ്ക്ക് തന്നെ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവർ ശ്രമം നടത്തുകയാണ്. പ്രയാഗൻ ഐസിന് ഇറക്കി കള്ളക്കളിയൊക്കെ കളിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇഷാനി ഒരു ബിസ്ക്കറ്റ് എടുക്കുന്നു, തറയിടുന്നു, വീണ്ടും എടുക്കുന്നു, വീണ്ടും തറയിടുന്നു. ആ ഒരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മത്സരം വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ബിസ്ക്കറ്റുകൾ തറയിൽ പോകുന്നു, പുതിയത് ഓരോന്ന് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോരുത്തരും വീണ്ടും ബിസ്ക്കറ്റുകൾ വാങ്ങുന്നു. മത്സരം അതിന്റെ മൂർധന്യാവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഐറ പല രീതിയിൽ അകത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വിജയിക്കുന്നില്ല. ഐറയ്ക്കൊന്നും ഇവിടെ വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഇടയ്ക്ക് അനഘ അകത്താക്കിയിരിക്കുന്നു. ഈ കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ ആളാണെങ്കിലും കൊച്ചുകുട്ടികളുടെ മനസ്സുള്ള അനഘയും വിജയിച്ചിരിക്കുന്നു. ബാക്കിയുള്ളവർ വീണ്ടും തങ്ങളുടെ ശ്രമങ്ങൾ തുടരുകയാണ്. പക്ഷെ ആരും വിജയിക്കാതെ മത്സരം മുമ്പോട്ട് പോവുകയാണ്. ഇഷാനിയുടെ ശ്രമങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ഇതിനിടയിൽ പ്രയാഗ വായിലാക്കിയിരിക്കുക. അയ്യോ, വായിൽ നിന്ന് പോയി, കഴിക്കാൻ പറ്റിയില്ല, വായിൽ നിന്ന് പോയിരിക്കുന്നു. പ്രയാഗയുടെ വായിൽ നിന്ന് പോയി. മത്സരം വീണ്ടും തുടരുകയാണ്. എല്ലാവരും മത്സരിച്ചിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ പ്രയാഗയൊക്കെ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അവസാനം എന്തായാലും സംഘമിത്ര എന്തായാലും അവസാനമായിട്ട് വിജയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മത്സരിച്ച്